ആക്ടിങ് എന്നുള്ളൊരു പ്രൊഫഷനിലേക്ക് വരുന്ന എല്ലാവർക്കും ഒരു അവരുടേതായിട്ടുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു റീസൺ കാണും ഫോർ വൈ ദേ ലവ് ആക്ടിങ്. സോ സിറാജ് ഏട്ടൻ അങ്ങനെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ റീസൺ എന്തായിരിക്കും? സ്റ്റോറി ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പം ആക്ടിങ് ആണെന്നുള്ളത് ഞാൻ സ്കൂളിൽ തൊട്ടേ തിരിച്ചറിഞ്ഞു. അത് അതെന്തോ ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറൊരു പണിയും എനിക്ക് കംഫർട്ടല്ല. ഞാൻ വേറൊന്നും ചെയ്തിട്ടുമില്ല. ഞാൻ സിനിമ എന്നുള്ള അഭിനയം എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തണം, അഭിനയിക്കണം, നല്ലൊരു ആക്ടർ ആവണം, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്ന നല്ലൊരു ആക്ടർ ആവണം. നമുക്ക് ഇൻസ്പയർ ആവുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഇൻഡസ്ട്രിയിൽ തന്നെ. നമ്മളെ ആ ഒരു എന്തോരം പേരുണ്ട്. അപ്പോൾ അവരെ പോലെയൊക്കെ നല്ല ക്യാരക്ടറുകൾ ചെയ്യണം, നല്ലൊരു ആക്ടർ ആണെന്ന് അറിയിക്കണം, നമുക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാവണം, നമ്മൾക്ക് വേണ്ടി ഒരു ക്യാരക്ടർ എഴുതിയ സിനിമകൾ ഉണ്ടാവണം, അതിൽ പോയി വർക്ക് ചെയ്യണം, നമ്മൾ വിശ്വസിച്ച് ഡയറക്ടർ വിളിക്കണം. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ് ആസ് ആൻ ആർട്ടിസ്റ്റ്. അപ്പം അങ്ങനെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി നിൽക്കണം, ആ സന്തോഷം അനുഭവിക്കണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ശരിക്കും സിനിമയിൽ വന്നത്. ഞാൻ ശരിക്കും എൻ്റെ ആദ്യത്തെ സിനിമ ഒരു കുറേ വർഷങ്ങൾ മുന്നേ ഭരതൻ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. ആ സിനിമയിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്ലാസ്സിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ തൊട്ടപ്പുറത്ത് ചെറിയ ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ട്, അവിടെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് അവസരം ചോദിക്കായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ ചോദിച്ചു പറഞ്ഞാൽ സൈക്കിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ സൈക്കിളുണ്ട്. ആ സൈക്കിൾ കയറ്റി വെച്ചു. അവർക്ക് ശരിക്കും ആ ഒരു കോളേജിന്റെ ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അന്ന് മറ്റേ ഫിലിം ക്യാമറയൊക്കെ അത് വെച്ച് ചെയ്യണം. അപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയൊരു ഫയർ ഉണ്ട്. സിനിമ ചെയ്യണം. അങ്ങനെ അവിടുന്ന് പിന്നെ ഒരുപാട് അവിടുന്ന് ഒരു ജൂനിയർ സപ്ലയറിനെ പരിചയപ്പെടുന്നു. എങ്ങനെയൊക്കെയോ ട്രാവൽ ചെയ്ത് കുറേ സിനിമകൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ പോകുന്നു. ക്ലാസ്മേറ്റ്സിനൊക്കെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് ചില ഫ്രെയിമിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ പറഞ്ഞിട്ടുണ്ട്, അതേതാ കുട്ടി മാറ്റൂ. ഞാൻ ഫ്രെയിമിൽ വളരെ കുട്ടിയാണല്ലോ, അത് കോളേജല്ലേ. അങ്ങനെ 2-3 സ്ഥലത്ത് നിന്ന് 2-3 ഫ്രെയിമിൽ തന്നെ മാറ്റി നിർത്തി. പക്ഷെ ഒരു ഫ്രെയിമിൽ എനിക്കറിയാം അത് ഞാനാണെന്ന്. അത് വേറെ ആർക്കും മനസ്സിലായിട്ടില്ല. എനിക്ക് ക്യാമറ ഇങ്ങനെ പാൻ ചെയ്ത് പോകുമ്പോൾ അവിടെ ഞാൻ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കും. അങ്ങനെ ഒരുപാട് സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ പോയി. പിന്നെ കളി എന്ന് പറഞ്ഞ പടത്തിലാണ് ഒരു പ്രൊഫഷണലി എന്നെ നജീമിക്ക ഇങ്ങോട്ട് വിളിക്കുന്നത്. ഇതുപോലെ ഒരു അവസരമുണ്ട്, വന്ന് ചെയ്യണം. അതിലും ഞാൻ ഇന്നാകുമോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഭയങ്കര യങ് ആയിട്ടും ഞാൻ ഇച്ചിരി അല്ലല്ല അത് ഞാൻ പിന്നെ വർക്ക് ചെയ്ത് മാറ്റിയതാണ്. യങ് ആയതാണ് അതൊക്കെ. അങ്ങനെയല്ല, അത് കഥയിൽ പിന്നെ അതങ്ങനെ എന്നെ അതിൽ ഉൾപ്പെടുത്തണമെന്ന് നജീമിക്കാനും പ്രൊഡക്ഷനും ഒക്കെ തോന്നിയത് കൊണ്ടും അവര് നമുക്ക് വേണ്ടി അത് ചെയ്തു. എനിക്ക് അപ്പൊ അത് പറഞ്ഞ പോലെ ഒരു അവസരം കിട്ടുമ്പോൾ കുറേ നാൾ കാത്തിരുന്ന് കിട്ടിയ ഒരു അവസരമാണ് കളി. അപ്പൊ അതും അങ്ങനെ വന്നതാ കളി. ബാക്കിയൊക്കെ ഇങ്ങനെ പിന്നെ കാത്തു നിന്നു. സിനിമയ്ക്ക് വേണ്ടി തന്നെ വേറെ ഒന്നും ചെയ്തില്ല. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കലോത്സവം അല്ല, ചെറിയ സ്കിറ്റുകള്, ഡ്രാമാസ്, ഡാൻസ്, മിമിക്രി പരിപാടിയൊക്കെ പിടിക്കായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. അതിനു വേണ്ടി മാത്രമേ ഉള്ളൂ. വേറെ പഠിക്കാനൊക്കെ സ്കൂളിൽ പോവില്ല. ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ വേണ്ടി സ്കൂളിൽ പോകും. ഞാനും അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കലോത്സവത്തിന്റെ ടൈം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ ഈ കലോത്സവം അങ്ങനത്തെ വലിയ മറ്റേ സ്കൂൾ കലോത്സവങ്ങൾ പരിപാടിക്കൊന്നും പോയിട്ടില്ല. അങ്ങനെ പോയി. ഇപ്പൊ നജീം സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ 1000 ബേബീസിൽ ബിബിൻ എന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്കൊരു പിടുത്തം തരാത്തൊരു ക്യാരക്ടർ ആയിരുന്നു ഫസ്റ്റ് സീസണിൽ. സെക്കൻഡ് സീസണിൽ ഒരുങ്ങുന്നുണ്ട്. അതിന്റെ അപ്ഡേഷൻസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അപ്ഡേഷൻസ് ഒന്നും പറഞ്ഞില്ല. അവർ ഉടനെ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഉടനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും സെക്കൻഡ് സീസൺ 1000 ബേബീസ് ഉണ്ടാവും. അത് അവർ അതിന്റെ പണിപ്പുരയിലാണ്. നജീം സാർ എങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആക്ച്വലി എൻ്റെ അടുത്ത് ഒരു വട്ടം ഇത് പറഞ്ഞു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെയാണല്ലോ. അതെ എനിക്ക് സത്യം പറഞ്ഞ എന്റെ ക്യാരക്ടർ ഇനി കള്ളത്തരമാണോ പറഞ്ഞത് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ചേച്ചിക്കടുത്ത്. എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത് കള്ളത്തരമായിരുന്നോ? കാരണം എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, നീ കേൾക്കണ്ട, ഇനി നീ ഒന്നും അറിയണ്ട, വന്ന് ചെയ്താൽ മതി. അപ്പം ഞങ്ങൾക്ക് കുറേ പേർക്ക് ആർട്ടിസ്റ്റുകൾ കഥ അറിയില്ല. ഇച്ചിരി അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സിന് മാത്രമേ സ്ക്രിപ്റ്റും കഥയും അറിയുള്ളൂ. ഞങ്ങളുടെ അടുത്ത് അധികം പറഞ്ഞില്ല, ഇങ്ങനെ പറയുന്നത് ചെയ്താൽ മതി എന്നുള്ള മൂഡിൽ നിൽക്കുന്നു. പക്ഷെ ഞാനും ഈ പ്രേക്ഷകർക്കുള്ള അതേ എക്സൈറ്റ്മെന്റിലാണ് ഇത് റിലീസായപ്പോൾ ഞാൻ കാണുന്നത്. പക്ഷെ ലാസ്റ്റ് അങ്ങനെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. കാരണം അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഈ ക്യാരക്ടറിന് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഞാനും അറിയുന്നില്ല.
എന്നെ ആ ലാസ്റ്റത്തെ ആ ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ആരോ വിളിക്കുമ്പോൾ നീ ഇങ്ങനെ നോക്കണു, അത് മാത്രമേ ഉള്ളൂ. അത് വേറൊരു ആവശ്യത്തിന് യൂസ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അത് ചെയ്യിച്ച് ക്ലൈമാക്സ് ഇങ്ങനെ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ കരഞ്ഞു. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് നജിമിക്ക പിന്നെ വിളിച്ചിട്ട് ഇത് ഇങ്ങനെയായിരുന്നു ഇതിന്റെ എൻഡിങ് എന്നൊക്കെ ചോദിച്ച് ഞാൻ വിളിച്ചു. ഭയങ്കര ഹാപ്പിയും സന്തോഷവും എൻ്റെ ആ സങ്കടവും എല്ലാം കൂടി ഇമോഷണലി ഭയങ്കര രസമായിരുന്നു. അതിന്റെ ഞാൻ സീക്രട്ട് വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ. ഭയങ്കര അത്രയും ഒരു ഇമ്പോർട്ടൻസ് ആ ക്യാരക്ടറിന് കൊടുക്കുന്നു എന്ന് എനിക്കും അറിയില്ല, ചെയ്യുമ്പോഴറിയില്ല. റിലീസിന് എല്ലാവരെയും പോലെ കണ്ടപ്പോൾ ഞാനും ഭയങ്കര സന്തോഷം, ഇമോഷണൽ ആയി പോയി സത്യം പറഞ്ഞാൽ.